കാര്യങ്ങൾ പഠിക്കാതെ ആരെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് രമേശ് ചെന്നിത്തല അനാഥാലയങ്ങൾക്കെതിരെ പറഞ്ഞതെന്ന് സമസ്ത നേതാക്കൾ കുറ്റപ്പെടുത്തി. വലിച്ചു കൊണ്ടുവന്ന് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ അങ്ങനെ താല്പര്യമുള്ളവർ മറ്റ് സംസ്ഥാനത്തിൽ പോയി തുടങ്ങാണ് വേണ്ടത് എന്ന് ഞാൻ ഉപദേശിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്താ അത് ആ മറ്റ് സംസ്ഥാനത്തിലെ ആളുകൾക്ക് ഇവിടെ സ്ഥാപനം തുടങ്ങി എന്താ കുഴപ്പം? ഇത്രയും കാലങ്ങൾ തുടങ്ങിയിട്ട് വല്ല കുഴപ്പമുണ്ടായോ? അങ്ങനെ അദ്ദേഹം ഒരു സമുദായത്തിന് ഉപദേശിക്കാൻ അദ്ദേഹത്തിന് എന്താണ് അധികാരം? പാലക്കാട് CWC ചെയർമാൻ ജോസ് പോളിന്റെ ഇടപെടലിൽ ദുരൂഹതയുണ്ടെന്നും അതേക്കുറിച്ച് അന്വേഷിക്കണമെന്നും സമസ്ത ആവശ്യപ്പെട്ടു. അതോടുകൂടി അന്യായമായി തടഞ്ഞു വെച്ചിരിക്കുന്ന കുട്ടികളെ മതിയായ രേഖകളുള്ള കുട്ടികളെയൊക്കെ തന്നെയും സ്ഥാപനങ്ങൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഈ പ്രശ്നം പെട്ടെന്ന് അവസാനിപ്പിക്കണം. അല്ലാത്ത പക്ഷം അതിനെതിരെ പൊരുതാൻ ഇവിടുത്തെ മുസ്ലിം സമുദായവും മറ്റെല്ലാ സമുദായക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന ഒരു താക്കീത് ഈ അവസരത്തിൽ നൽകുകയാണ്. സർക്കാരിനെ വിമർശിക്കുന്ന സമസ്തയുടെ വാർത്താ സമ്മേളനം മാറ്റിവെപ്പിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം അവസാന നിമിഷം വരെ ഇടപെട്ടെങ്കിലും ഫലമുണ്ടായില്ല. അതേസമയം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ പിന്തുണച്ച് മന്ത്രി ആര്യാടൻ മുഹമ്മദ് രംഗത്തെത്തി. ഇതിൻ്റെ പേരിൽ മനുഷ്യക്കടത്ത് നടത്തി ഇതുകൊണ്ട് സമ്പാദിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നാണ് ഹോം മിനിസ്റ്റർ പറഞ്ഞത്. മീഡിയ 1 കോഴിക്കോട്.